അല്ല, തമിഴ്നാട്ടിൽ ഇപ്പൊ നമ്മൾ ആരൊക്കെ ഉണ്ട്? ജനിച്ചാ പിന്നെ അങ്ങ് പോയിട്ടില്ല മാമ. പയ്യന് നമ്മുടെ കൈത്തൊഴിലൊക്കെ അറിയാവോ? കൈത്തൊഴിൽ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോഴൊക്കെ സുന്നച്ചെയ്ന്ന് വലിയ വലിയ ഹോസ്പിറ്റൽക്കാരല്ലേ. മാത്രല്ല പഠിച്ച നമുക്ക് തന്നെ പണിയില്ലാണ്ടായി. അതും ശരിയാ. ലോകത്ത് ഈ ഒരു കൈത്തൊഴിൽ മാത്രമേ ചെയ്തെടുത്ത് പിന്നെ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. അതെ അതെ. ഈ സുന്നത്തൊക്കെ ഒരു കൈത്തൊഴിലാണോ മാമ? എന്നാലും എന്റെ കണ്ണു വെട്ടിച്ച് ഉറപ്പീര് വരെ എങ്ങനെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളെ കൊണ്ട കടത്തിനെ പോലെ ഇരിപ്പ് അത്ര നടക്കുള്ളൂ, അല്ല കാര്യങ്ങളെല്ലാം നടക്കും മനുഷ്യ. അത് നിർത്ത്. അവിടെ കല്യാണം ഉറപ്പിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ? അമീർക്ക പെണ്ണ് കിട്ടുന്നതിന് നിങ്ങൾക്ക് എന്നാ? നിനക്കങ്ങനെ പറയാം. അവിടെ ഒരു പെണ്ണും കൂടെ വന്നാലേ ആ തള്ളച്ചയ്ക്ക് വീര്യം കൂടും. നീ നാളെ കല്യാണം കഴിഞ്ഞങ്ങ് പോവും. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാ. നിന്റെ ഉപ്പാക്കാണെങ്കിൽ ഒടുക്കത്തെ വലിവും. 2 തെറി വിളിച്ചു തുടങ്ങുമ്പോഴേക്കും അങ്ങേരെ കണക്കുക. ശ്വാസം കൊടുത്ത് 4 പുഴുത്ത തെറി പോലും വിളിക്കാൻ പറ്റാണ്ടായല്ലോ എന്റെ റബ്ബേ. എന്റെ മോൾക്ക് പല കല്യാണാലോചനകൾ വന്നതാ. പക്ഷേ ഓൾക്ക് എന്താണാവോ ഓട്ടോറിക്ഷക്കാരോട് ഒരു പ്രത്യേക താല്പര്യമാ, പ്രത്യേകിച്ച് പെട്ടി ഓട്ടോറിക്ഷക്കാരോട്. ഇവളെ ഒരുപാട് ഗൾഫ് ഓഫറൊക്കെ വന്നതാ, ഒന്നും പോയിട്ടില്ല. അതിന് ഗൾഫിൽ ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ടോ? പിന്നെ ഒരുപാട് ആട്ടോ ഉണ്ട്. ഒന്ന് പോയിട്ട് വരാവേ. ഇങ്ങോട്ടാ ഗൾഫിലോ? അല്ല, അടുക്കളയിലേക്കാ. ഓ ഓ ഓ എന്താ? അതെ, വിശേഷം പറഞ്ഞിരിക്കാതെ കാര്യം പറഞ്ഞ് ഉറപ്പിക്കാൻ. അപ്പുറത്ത് അവനും അവളും എങ്ങനെയത് മുടക്കാൻ പറ്റുന്ന നോക്കിയിരിക്കുക. പോ അങ്ങോട്ട്. ഹലോ, എന്തായിക്കാ? ഉറപ്പിച്ചോ? ഇല്ലടാ, ഉറപ്പിച്ചിട്ടില്ല. ഞാൻ വിളിക്കാം. ആണോ? കൂട്ടുകാരോടൊക്കെ ഉറപ്പിച്ചെന്നാണ് പറയും. മോളുടെ വിധി അതാണങ്ങാണ് നടക്കട്ടെ. പുല്ല്. നമസ്കാരം മാഡം. എന്റെ പേര് രേഖ എന്നാണേ. ഞാൻ ചൈതന്യ ആയുർവേദ ആശുപത്രിയുടെ ഫീൽഡ് സ്റ്റാഫാ. അപ്പൊ ഞങ്ങൾ ഈ മൂലക്കുരുവിനും ഫിസ്റ്റുലയ്ക്കൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ സെന്റർ ആണ്. ഞങ്ങളുടെ 14ാമത് ബ്രാഞ്ച് ഇവിടെ പാറത്തോട് ജംഗ്ഷനിൽ വരുന്ന 28-ാം തീയതി ഓപ്പൺ ചെയ്യാണ്. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യണ 50 ആൾക്ക് ചികിത്സ സൗജന്യമാണ്. സൗജന്യാണെങ്കിൽ എന്റെ പേരോട് എഴുതിക്കും മോളെ. അതിനുമ്മച്ചിക്ക് മൂലക്കുരു ഉണ്ടോ? മൂലക്കുരുവാ? അല്ലുമ്മ, ഇത് ഈ മൂലക്കുരുവിനും ഫിസ്റ്റുലയ്ക്കൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ആശുപത്രിയാണ്. ആ കുരുവൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർക്കാണ്, ഇവിടെ ആർക്കും തട്ടലാവുന്നില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. അമീർ മോനെ, നീ മാത്രല്ലേ അവിടെ വന്നിട്ടുള്ളൂ? അപ്പൊ നീ 4 ആളെയും കൂട്ടിയിട്ട് ബുധനാഴ്ച ഒന്ന് അങ്ങോട്ട് വാ. ശരി ശരി, ഇൻഷാ അല്ലാഹ്. ഈ കല്യാണമെങ്കിലും നടത്തി തരണം എന്റെ നാകുർത്തങ്ങളെ. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ ഉറൂസിന് മക്കളെയും കൊണ്ട് വന്നോളാം തങ്ങളെ. അല്ലുമ്മ, അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനുള്ള വഴി? അതാ മോളെ പ്രശ്നം. ആ വീട്ടിലേക്ക് വഴിയില്ല. വലിഞ്ഞു കയറിയിട്ട കുറെ നാറുകൾ നാണല്ല ഞങ്ങളുടെ പറമ്പിലോട് നടന്നോണ്ടിരിക്കുന്നത്. ഉളുപ്പില്ലാത്തവന്മാര്. വെറുതെ വേണ്ടാത്ത കാര്യത്തിനൊക്കെ എന്നെ വഴിച്ചയച്ചുകൊണ്ട് കാര്യമുണ്ടോ? നീ വണ്ടിയിലോട്ട് വാ. ഞാൻ വെറുതെ ഇരുന്ന് എന്നെ അവിടെ നിന്ന് വലിച്ചു കൊടുത്ത തെണ്ടി ആ പമ്പറന്നുള്ള വായി കിടക്കണ ചീത്ത മുഴുവൻ കേട്ടില്ലടാ. നിന്റെ ഭാര്യ പോലും ഇത്ര തെറി വിളിച്ചിട്ടില്ല എന്നെ. ഒന്ന് വാങ്ങി. അപ്പൊ വഴി ഒരു പ്രശ്നമാണല്ലേ? ചെറിയ ഒരു തർക്കത്തില ഉടനെ തന്നെ ശരിയാവും മാമ. നിങ്ങൾ മാമയാണെന്ന് ഇവനെങ്ങനെ മനസ്സിലായി?
എടാ തെണ്ടി, ഞാൻ അവിടെ കരുതേത് തന്നെ നീ വലിച്ചു കൊണ്ടുവന്ന് ഈ വഴിയില്ലാത്ത വീട്ടിലേക്ക് എന്താവശ്യമുണ്ടോ തെണ്ടി കണക്ക്? എന്റെ മോൾക്ക് അന്തസ്സിന്റെ ഒരു കുറവുള്ളോടെ തെണ്ടി. വഴി ഇഷ്ടംമാരുണ്ടാ. ഞാൻ വെറുതെ എന്നെ വലിച്ചു കൊണ്ട കാരണം ഈ ഒറ്റ ഈ വഴിയില്ലാത്തവന്റെ വീട്ടിലേക്ക് ചൂലും മുറവും തേങ്ങയുടെ മൂടും മുണ്ടി പോരുത്. കേരള ചെലക്കാതെ വഴിയില്ലാത്ത തമാശ. നമ്മളെ വീട് ചെറുതാണെങ്കിലും നീ വന്ന് കണ്ടതല്ലേ? നാഷണൽ ഇവിടെ വക്കത്താണ് അല്ലേ? അതുകൊണ്ട് ബുധനാഴ്ച ഞാനൊന്ന് ആലോചിച്ച് വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട ഇജ്ജ് വരണ്ടോ. ഏയ് വഴിയില്ലാത്തവനൊക്കെ പെണ്ണു വെക്കാൻ ആ വീട്ടിൽ വഴിയുണ്ട്, നമുക്കൊന്ന് കയറി ചോദിച്ചാലോ? മുണ്ടി പോരുത്. പറടാ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചുടാ. എന്നെ വേണ്ടാന്ന് അവർ ഉറപ്പിച്ചു. എന്തു പറ്റി? എനിക്ക് വലിയില്ലടാ. അമീർക്ക, 13-ാം തീയതി എൻ്റെ കല്യാണമാ, അങ്ങ് എത്തണേ. ഉനക്ക് കൂടെ കല്യാണമാ? ഞാൻ വീട്ടിലേക്ക് പറഞ്ഞേക്കാവേ. അണ്ണന്റെ കല്യാണത്തിന് ചോറിനുള്ള ഭാഗ്യം ഉണ്ടാവോ? കുറെ നാളായിട്ട് കാത്തിരിക്കുവാന്ന്. എടി നിന്റെ തന്തയാടി വലിഞ്ഞു കയറി നടക്കുന്നത്. എന്നെ കൊണ്ടൊന്നും നീ പറയിപ്പിക്കരുത് കേട്ടോ. നീ എന്റെ വസ്തുക്കളെ വലിഞ്ഞു കയറിയിട്ടില്ല കെട്ടിയെടുക്കുന്നത്. നീ കൊണ്ടൊന്ന് കേസ് കൊടുറി. നിന്റെ പ്രമാണത്തിലുള്ള 19 സെന്റ് അളക്കാതെ എനിക്ക് സൗകര്യമില്ല. എനിക്ക് സൗകര്യം ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാടി. എന്തോന്നറിയാടി? പറയടി. ഈ വരുന്ന 13-ാം തീയതി എൻ്റെ കല്യാണമാ. ഈ തയം വിളിച്ചോണ്ടങ്ങ് വരണേ, സമയമില്ലാത്തോണ്ടാ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ബാക്കി ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പാടെ പോവാം. എടി, നീ ഇന്നലെ കുടുംബശ്രീ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയതെന്താ? ഓ, അത് അവസാനം പാടുന്ന പാട്ടില്ലേ, അതെനിക്ക് പാടാൻ പറ്റുന്നില്ലാന്നേ. പാട്ടോ? എനിക്ക് സുന്നത്തെ വന്ന് തമന്ന വളച്ചെടുത്തോളം എന്റെ പറമ്പൊളച്ചൊക്കെ വന്നിട്ടല്ലോ. നീ എന്റെ സ്വഭാവം തമിഴിലാണെങ്കിലും അന്തസ്സോടുകൂടി എന്നെ നോക്കുന്നുണ്ടടി. നിന്റെ കെട്ടിയോനെ ആ സുജയുടെ വീട്ടിൽ കാപ്പിപ്പൊടി മേടിക്കാൻ പോയത് എല്ലാവർക്കും അറിയാം. അതിനെ കുറിച്ചൊന്നും നീ പറയണ്ട കേട്ടോ. സുജയുടെ വീട്ടിൽ മാത്രമല്ലടി, വേണ്ടി വന്ന നിന്റെ വീട്ടിൽ വന്ന് കാപ്പിപ്പൊടി അഞ്ഞ കഴിവുള്ളവനാണ് എന്റെ കെട്ടിയോൻ. അയ്യാ, നിന്റെ ആ പന്നക്കളവനാ. തെറി വിളിക്കാ വിളിച്ചോണ്ട് പോടാ ശാസ്ത്രത്തിനെ. നിന്റെ പെണ്ണുമ്പിള്ള അവിടെ കിടന്ന് മാപ്പിളപ്പാട്ട് പാടൂല്ലേ? ഒന്ന് പോടാവേ. അവന്റെ അമ്മൂമ്മയുടെ കല്യാണക്കുറി. ഞാൻ തമിഴ്നായാൽ നമ്മളൊക്കെ ഹിന്ദിക്കാരല്ലേ? ഒന്ന് പോടാവേ. നാരി പരമനാരി ചെട്ടെ. നിന്നെ ഞാൻ ഒരു ഇന്ത്യക്കാരനായിട്ട് കണ്ടത്തില്ലടാ തമിഴാ നാറി. എടാ 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 സുന്നത്ത് നാറി, പേടിച്ച് പോവാനോടാ സുന്നത്ത് നാറി. വെട്ടി കൊല്ലട്ടെ. എന്താടാ നീ നിന്ന് വിറയ്ക്കണത്? നിന്റെ ഷുഗർ കുറഞ്ഞു പോയോ? കൊല്ലട്ടെ ആദ്യം. എന്താ അടിക്കാൻ പേരിടാ. അടിക്കലാ ഒരു കാര്യം. ഒറ്റ തന്തയ്ക്ക് പേർന്ന തമിഴ്നാണെങ്കിൽ നീ അടിക്കലാ. ആരാ അത്?
മനുഷ്യ ലൈറ്റ് ഓഫ് ആണ്. എന്റെ പൊന്ന് സഫീറെ, ഈ കൊച്ചു വെള്ളപ്പങ്കാലത്ത് നീ ഇതെവിടെ ചെയ്യാ? കണ്ടറിഞ്ഞൂടെ വാഴക്കും പൊടിക്കുവാന്ന്. അവൻ മറ്റന്നാളിക്ക് വരുമല്ലേ? അതെ, ഈ നടുവേദന വെച്ച് നിങ്ങൾ എന്തിനാ ഇപ്പൊ ഈ മതിൽ ചാടി ഇങ്ങോട്ട് വന്നേ? ഏതവനാ അവറാച്ചന്റെ പറമ്പിൽ കയറി നോക്കാൻ വേണ്ടി വന്നാ. കാനോയ് കുഞ്ഞിരാമന്റെ പ്രതിമ പോലെ നിൽക്കാതെ ഇങ്ങോട്ട് വാ മനുഷ്യ. കണ്ണിലോട്ട് വെട്ടം അടിക്കാടി. നോക്കി കഥയ്ക്കുന്ന കഥപ്പുണ്ടോ? കുറച്ചും കൂടെ അങ്ങോട്ട് വീടി വലിച്ചു കയറ്റേ. വല്ലോന്റെയും പറമ്പിൽ നിന്നാണോട്ടെ ഈ കൂമ്പൊടിക്കുന്നേ. അതിനെ ഒടിക്കാൻ നിങ്ങളുടെ കൊലയെ കൂമ്പില്ല. നോക്കങ്ങോട്ട്. നീ വാ നടക്ക. അല്ല, നിങ്ങൾ അങ്ങോട്ട് പോകും, നോക്കേണ്ട പോകും. പരിപാടി ഷെഫിക്ക് വരുന്ന മറ്റന്നാളല്ലേ? അതിന് ഇങ്ങോട്ട് വാ എളുപ്പം. അതിനിപ്പോഴേ നീ എന്തിനാ കൂമ്പൊടിച്ചു വെക്കുന്നേ? അതെ, ഷെഫിക്ക് വരുന്നത് മറ്റന്നാളായിരിക്കും. പക്ഷെ ഈ പറമ്പിന്റെ ഉടയക്കാരൻ അവറാച്ചനെ നാളെ എത്തും. പെട്ടെന്ന് വാ. കൂമ്പുകാരനെ തേങ്ങ ഇട്ട് വെച്ചാ മതി, അതാ ടേസ്റ്റ്. ഓ, എന്നാലേ നിങ്ങൾ ഈ അവറാച്ചന്റെ തെങ്ങയിലോട്ട് കയറി ഒരു 3-4 തേങ്ങയും കുടിക്കണം. എന്നെ കൊണ്ടൊന്നും നീ പറയിപ്പിക്കും. ഇതിനൊക്കെ മനുഷ്യരെ കണക്ക് പറയേണ്ടി വരും. വാ. അത് ഞാൻ പറഞ്ഞോളാവേ. നീ വാടി ഇങ്ങോട്ട്. അതെ, എന്റെ മോൻ ഷെഫിക്കിനെ കൂമ്പ് പയറിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. മനസ്സിലായോ? ഒന്നും മിണ്ടാതെ പോവാണോ?